പാവം ഗോവിന്ദചാമി 14 കൊല്ലമായി ജയിലിൽ കിടക്കുകയല്ലേ. അത് പോരെ സുഹൃത്തുക്കളെ, അയാളെ മോചിപ്പിക്കാം. അതല്ലേ മാനവികതയും മനുഷ്യത്വവും. നമുക്ക് ഏവർക്കും ഒരേ മനസ്സോടെ ഈ ഗോവിന്ദചാമിക്കായിട്ട് ഒന്ന് ഒരുമിക്കാം. മേൽപ്പറഞ്ഞ ഡയലോഗുകളുമായി കൊലപാതക, പീഡന, ന്യായീകരണ പാൽക്കുപ്പികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോ അതൊക്കെ വിദേശത്തുള്ള മലയാളികൾക്ക് മാത്രമുള്ളോ? ഇന്നറിയാം. ഈ സംഗതി എഴുതിയിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. BJPക്ക് വേണ്ടിയൊക്കെ നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് BJPയുടെ ഈ ഒരു തീവ്രവാദപരമായിട്ടുള്ള എല്ലാറ്റിനും മതം വെച്ചുകൊണ്ടുള്ള ഈ പരിപാടിയുമായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ഈ ഒരു പണിക്കർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കർ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദചാമി ഈ പുറത്തു വന്ന ഈ മനുഷ്യനെ, ജയിലിൽ ചാടിയ മനുഷ്യനെ ആരാണ് സഹായിച്ചത്, എന്തിനാണ് സഹായിച്ചത്, ഇതിന് പുറകിൽ ആരൊക്കെയാണ്, നമ്മുടെ ആഭ്യന്തരം തകർന്നു പോയിട്ടുണ്ടോ എന്ന പല സംശയങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ ഒരു എഴുത്തില് ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട ഈ ഒരു എഴുത്തില് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഗോവിന്ദചാമിയെ വെറുതെ വിടണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗോവിന്ദചാമിയെ വെറുതെ വിടണമെന്ന് ഇവർ പറയുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിദേശത്ത് നിന്ന്, യമനിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയത്. നമ്മളെല്ലാവരും, ഈ ഞാനടക്കം, അതിനു വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ അഭിനന്ദിക്കുന്ന രീതിയിൽ ഞാനടക്കമുള്ള ആളുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത ഒരു മനുഷ്യൻ, അത് ശ്രീജിത്ത് പണിക്കരായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ക്ഷമിക്കണം, ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. ഇയാളൊന്നും മനുഷ്യനല്ല, ഇയാൾ വെറും സംഘി. ശ്രീജിത്തിന് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ പല ആൾക്കാരും നിരന്തരം ചോദിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ ചെയ്തതിൽ ഒരല്പം ന്യായമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ബഹുത്ത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് ഈ പറയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു യമൻ പൗരനെ കൊന്നുകളഞ്ഞു. അതിന്റെ പുറകിൽ എന്ത് കാരണങ്ങൾ വെച്ച് നീട്ടിയാലും സംഗതി നടത്തിയത് ഒരു കൊലപാതകം തന്നെയാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ആ ഒരു കൊലപാതകം നടത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിയെയാണ് നമ്മൾ അവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് പണിക്കർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. അങ്ങനെ ഒരു കുറ്റവാളിയെ അങ്ങനെ വിദേശ രാജ്യത്ത് നിന്ന് ഇങ്ങനെ പണം മുടക്കി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ, ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് നമ്മുടെ ജയിലുകളിലും, നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ പല ജയിലുകളിലും ഇതേപോലെ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് ജയിലടക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളില്ലേ, അവരൊക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ ഒന്നിക്കുമോ എന്നാണ് ചോദ്യം. ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ സ്പഷ്ടമാണ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വിദേശത്തുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നില്ലേ? 14 വർഷമായില്ലേ ഗോവിന്ദചാമി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത്? ഇനി അദ്ദേഹത്തെ മോചിപ്പിക്കലല്ലേ മാനവികത? അതല്ലേ മനുഷ്യത്വം? ഇത് അസലായിട്ട് പരിഹസിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാരെയാണ്. ഒപ്പം ആ നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്ത് അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സകലമാന മനുഷ്യർക്കുള്ള ഒരു പരിഹാസമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അർത്ഥം. ഏറ്റവും ഒരു സിംപ്ലിഫൈഡ് മേഖലയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ശരിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരല്പം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർക്കും ഒരു വലിയ തെറ്റുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. എന്തൊക്കെയായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ ഗോവിന്ദചാമിയാണ്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എങ്ങനെയെന്നുള്ളതാണ് വലിയ കൺഫ്യൂഷൻ. ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി, ഒറ്റ കൈയുള്ള ഏതെങ്കിലും പ്രിസണേഴ്സ് അങ്ങനെ ജയിൽ ചാടിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ജയിൽ ചാടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത്, ഈ മനുഷ്യനെ ജയിൽ ചാടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ജയിൽ പുള്ളികളെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പറയുന്നത് റിസോഴ്സ്ഫുൾനെസ്, ഓപ്പർച്യൂണിറ്റി, മോട്ടിവേഷൻ എന്നുള്ളതാണ്. പുറത്തു ചാടാനുള്ള തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം, പിന്നെ അവസരങ്ങൾ ഒത്തുവരുന്ന ഒരു നിമിഷം, റിസോഴ്സ്ഫുൾനെസ്. എന്തൊക്കെ റിസോഴ്സുകളാണ് അവിടുന്ന് ഇദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുക?
എന്തൊക്കെ മെക്കാനിസമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അത് മുഴുവൻ ഗോവിന്ദസ്വാമി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിനുള്ളിൽ ആരൊക്കെയോ ഗോവിന്ദസ്വാമിയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും തോന്നിപ്പോകുന്നത്. അതാര് എന്നിടത്താണ് കേസ് കിടക്കുന്നത് കേട്ടോ. ബൈ.